പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാദ് ഖുദ്ദൂസിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ലൂക്കോസ് സുവിശേഷകന്റെ 10-ാം അധ്യായം 37-ാം വാക്യം അവസാനിക്കുന്നത് ഇപ്രകാരത്തിലാണ്: നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. സാർവത്രിക രക്ഷയുടെ സുവിശേഷമായിട്ട് കണക്കാക്കപ്പെടുന്ന ലൂക്കോസ് സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെയും ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒരു ന്യായശാസ്ത്രി കർത്താവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിനാണ്. അതിനെ മറുപടിയായിട്ട് കർത്താവ് നൽകുന്ന ഉത്തരത്തിൽ അവൻ തൃപ്തനാണെങ്കിലും തന്നെ ഒന്നുകൂടെ ഉയർത്തി കാണിക്കുവാനായിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നു: ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ എൻ്റെ യഥാർത്ഥ സ്നേഹിതൻ ആരാണ്? അതിനുള്ള മറുപടിയും പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്ന വാക്കുകളാണ് ഇത്: നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അന്യായശാസ്ത്രിക്ക് അറിവിൻ്റെ അഭാവം ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെയും അവസ്ഥ ഇങ്ങനെയാണ്. നമുക്കാർക്കും അറിവിൻ്റെ അഭാവമില്ല. ആശയങ്ങൾ കൊണ്ട്, ചിന്തകൾ കൊണ്ടൊക്കെയും നമ്മൾ സമ്പന്നരും സന്തുഷ്ടരുമാണ്. എന്നാൽ ആ ആശയങ്ങളെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ള വലിയൊരു കുറവ് നമ്മിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വിലപിക്കുന്നത് ഇപ്രകാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്: ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയത്രേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും അവരെ സംരക്ഷിക്കണമെന്നൊക്കെയും നമുക്ക് നന്നായിട്ടറിയാം. എങ്കിലും പലപ്പോഴും നമുക്ക് അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നതും പലപ്പോഴും അവരെ നമ്മൾ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നതുമൊക്കെയും ഇതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളിലും. മദ്യപിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മദ്യപിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ള അറിവും നമുക്കുണ്ട്. എന്നാൽ മദ്യപിക്കാതിരിക്കുവാനായിട്ട് പലർക്കും സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു യഥാർത്ഥ വസ്തുത, നമുക്ക് അറിവിൻ്റെ കുറവില്ല, പകരം അത് പ്രവർത്തിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള മനസ്സ് ഇല്ലായ്മയാണ്. നമ്മുടെ ഉള്ളിലെ അറിവും ആശയങ്ങളും അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കാത്തിടത്തോളം നമ്മൾ പരാജയത്തിന് മുമ്പിലാണ്. കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നമുക്ക് മുമ്പിലുള്ള നിയമങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, നല്ല ആശയങ്ങൾ അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതെ, 37-ാമത്തെ വാക്യം ഇപ്രകാരത്തിൽ നമ്മളോട് സംസാരിക്കുന്നു: നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. പ്രവൃത്തിയിലാണ് കാര്യം, വാക്കിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടു നടക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആയതിന് സഹായിക്കുകയും ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.